ദോഹയില് സമാധാന ചർച്ച നടക്കുകയാണ്. ഇനി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന് US പറയുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ചെന്നിട്ട് തെക്കൻ ഇറാനില് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോ ഇത് യുദ്ധം നിർത്താനുള്ള ഒരു നോട്ടമോ അമേരിക്കക്കില്ലേ? ഈ അടിയൊന്നും കിട്ടിയിട്ട് പോരെ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഏജൻ്റായിരുന്ന ഗീബൽസ് പറയുന്ന പോലെയാണ്. പച്ചക്കള്ളമാണ് ഈ പറയുന്നത്. പരമാർത്ഥം ഒന്നും തന്നെ പറയുന്നില്ല. അതിപ്പോഴേ തുടങ്ങിയ സൂക്കേടല്ല. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് തന്നെ ഞാനാണ് ഈ സമാധാന കരാറുണ്ട്, ഇന്ത്യ ഞാൻ പറഞ്ഞു പേടിപ്പിച്ചു, 200% ചുങ്കം അടിച്ചു കളയും, അത് കേട്ട് പേടിച്ച് അവർ യുദ്ധം നിർത്തുകയാണെന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞു. അതുകൂടാതെ പറഞ്ഞുകൊണ്ട് നടന്ന 5 റഫേൽ വിമാനങ്ങൾ ഇന്ത്യയുടെ നശിപ്പിച്ചു പാകിസ്ഥാൻ. എവിടെ തെളിവ്? ഈ പറയുന്നതിനൊന്നും യാതൊരു വിധമായിട്ടുള്ള തെളിവ്. കിങ് ലയറാണത്. ശരിക്കും ഒരു കിങ് ലയർ, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവ് തന്നെ. ഇതാണ് ഇറാനും പറയുന്നത്. ഈ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട്, തന്നില്ല, പരാതി പറയുക. ഒരു രാഷ്ട്രത്തലവന് യോജിച്ചതാണോ ഇത്? ഞാൻ അവിടെ 10 യുദ്ധങ്ങൾ ഞാൻ നിർത്തലാക്കി. എബ്രഹാം ലിങ്കൺ ഉണ്ട്, അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ അവകാശപ്പെടാം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ തന്നെ പറയേണ്ടത് ആരാണ്? ലോകമാണ്. ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക, മറ്റാരും ഇത് അംഗീകരിക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ താഴെ 0 താഴേക്ക് പോയിരിക്കുക അമേരിക്കയിൽ. അങ്ങനെയുള്ള വളരെ വിചിത്രനായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. പച്ചക്കള്ളം പറയുന്ന, നാക്കെടുത്താൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം പരിണമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്നത് നമുക്കൊരിക്കൽ കൂടി ബോധ്യമാകുന്ന തരത്തിലാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ കരാർ ഒപ്പിടാൻ പോവുകയാണ്, എല്ലാം ഇമ്മീഡിയറ്റ്ലി വി ആർ ഗോയിങ് ടു സൈൻ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അമേരിക്ക. വി ആർ ഗോയിങ് ടു ഓപ്പൺ ഹോർമൂസ്. ഇതൊക്കെയാണ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടെന്നത്. ഈ പറഞ്ഞതിനിടയ്ക്ക് കൂട്ടുകാരെയെല്ലാം, പാകിസ്ഥാനെയും ഖത്തറിലേക്ക്, ഈജിപ്റ്റ്, തുർക്കി, സകലമാന എബ്രാഹാമിക് രാജ്യങ്ങളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അങ്ങോട്ട് പോയ വഴിക്ക് പറയുകയും ചെയ്തു, എബ്രാഹാമിക് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ക്യാമ്പ് ഡേവിഡിൽ നടന്നതുപോലൊരു കരാർ ഒപ്പിടണം. അതായത് ഇസ്രായേൽ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേലുമായിട്ട് സഹകരിച്ചു പോകണം, വഴക്കിടാൻ പോരുത്. കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ ആയുധം സമാർജിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് സൗദി അറേബ്യ. അതെന്തിൻ്റെയാണ്? ആണവം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന്. സംഗതി അപകടമാണെന്ന് മനസ്സിലായി. നാളെ ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്രായേലിനോടൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ സൗദി അറേബ്യക്ക് കൊടുക്കും ഈ അണുബോംബ്. അത് കൊണ്ടുപോയി ഇസ്രായേലിലിടും. തീർന്നു ഇസ്രായേൽ അതോടുകൂടി. ഒരു ഇത്തിരിത്തുണ്ട് ഭൂമിയല്ലേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊഴിവാക്കാൻ പാകിസ്ഥാനോട് ഇപ്പോൾ ആജ്ഞാപിച്ചിരിക്കും, നിങ്ങളും ഈ എബ്രാഹാമിക് കരാർ ഒപ്പിടണം. ഇബ്രാഹിമിക് എന്ന് പറഞ്ഞാൽ എബ്രഹാം എന്ന് പറയുന്നത്, ഇബ്രാഹിം എന്ന് മുസ്ലിങ്ങൾ പറയുന്നു, ഏബ്രഹാം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ഒരേ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിയെ ആരാധിക്കുന്നവരാണ് ഈ 2 മതക്കാരും, സെമിറ്റിക് മതങ്ങൾ. അപ്പോൾ നിങ്ങൾ കരാർ ഒപ്പിടണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ഇറാൻ്റെ തീരത്ത് ബന്ദർ ബാസ് എന്നൊക്കെ പറയുന്ന എന്താ അതിൻ്റെ ശരിക്കുള്ള പേര്? ആ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ മുഴുവൻ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി. എന്ന് മാത്രമല്ല, ഇറാൻ കുറേ ബോട്ടുകൾ കൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ അടുത്ത് അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അവരുടെ കുറേ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഹോർമൂസ് കടലിൽ തങ്ങളുടെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും കപ്പൽ കടത്തിക്കൊണ്ടുപോയാൽ അതിലേക്ക് മിസൈൽ അയക്കാനാണ്. അതിന് നേരെ ആക്രമണം നടത്തി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇറാനും ഞങ്ങളും തമ്മിലിപ്പോൾ എഗ്രിമെൻറ്റിന് പോകാമെന്ന് പറഞ്ഞ്, മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾ കോംപ്ലിമെൻ്റ് ആകാൻ പോവാണെന്ന് പറഞ്ഞ് അത് പോയ പോക്കിൽ തന്നെ ഇങ്ങനെ ഒരു ഇരുട്ടടി പോലെ, യാതൊരു പ്രൊവക്കേഷനും ഇല്ല അങ്ങോട്ട്, സ്വയം രക്ഷയ്ക്കാണെന്ന്. അത് എനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്ന പിണറായി വിജയൻ പണ്ട് ആ പാവപ്പെട്ട പിള്ളേരെ അവരുടെ ഗൺമാനെ കൊണ്ട് അടിച്ചു അവരുടെ തല പൊളിച്ചപ്പോൾ പറഞ്ഞ കാര്യം, അതൊരു രക്ഷാദൗത്യമല്ലേ തന്നെ, ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് ഇവിടെ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോയ പോക്കിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണം.
ഇതിപ്പോ അമേരിക്ക ഒരു ട്രസ്റ്റബിൾ കൺട്രി അല്ലെങ്കിൽ ട്രസ്റ്റബിൾ നേഷൻ ആയിട്ട് ലോകരാജ്യങ്ങളൊന്നും കാണാത്ത സാഹചര്യത്തിലേക്ക് പോയി. നാറ്റോ ആണെങ്കിൽ പോലും പലപ്പോഴും വിള്ളൽ ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരമാണ്. നിങ്ങൾ വന്ന് അവരെ അടിക്കണമെന്ന് പറയുമ്പോൾ നാറ്റോ പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യമല്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി അവരെ അടിച്ചു തീർത്തോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് സ്വന്തം സഖ്യരാഷ്ട്രങ്ങൾ പോലും മാറുന്ന അവസ്ഥയിലേക്ക് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി അവര് ക്യൂബയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇവിടത്തെ യുദ്ധം തീർത്തിട്ടില്ല. ക്യൂബ കൊച്ചു രാജ്യമായിരിക്കാം, പക്ഷെ ഒരു ഇവര് പോലും പ്രതീക്ഷിക്കാതെ 100 മണിക്കൂർ കൊണ്ട് യുദ്ധം തീർക്കാമെന്ന് കരുതിയാണ് ഇസ്രായേലും US-ഉം ഇറാനിൽ ആക്രമണം നടത്തുന്നത്. ഇതിപ്പോ മാസം 2 ആവുന്നു, അപ്പോഴും തീർന്നിട്ടില്ല. എന്നിട്ട് ഇത് തീർക്കാൻ വേണ്ടി നടക്കുന്ന ഈ ഒരു വേളയിലും ആക്രമണം നടത്തുന്നുണ്ട്. എന്നിട്ട് നാണം കെട്ട ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യം ക്യൂബയാണ്. ആ ക്യൂബ ഏത് രീതിയിൽ വേണമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ക്യൂബയും നടത്തുമല്ലോ. അപ്പൊ നാടൊട്ടുക്ക്, അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രമോ അല്ല ഇതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ഇങ്ങ് ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിലിരുന്നു കൊണ്ട് ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഊർജ പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എതിരെ തിരിയാനുള്ള ഒരു കാരണമായിട്ടും കൂടി മാറുന്നുണ്ട്. ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. മേക്ക് അമേരിക്ക ഗോ എവേ എന്നാണ് ടീഷർട്ടിന്റെ പുറത്ത് യൂറോപ്പിലെ യുവാക്കളായിട്ടുള്ളവർ ധരിച്ചിരിക്കുന്ന ടീഷർട്ടിന്റെ പുറത്തിട്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗോ എവേ. ഇറാനും അത് തന്നെ പറയുന്നത്, മേക്ക് അമേരിക്ക ഗോ എവേ. ഇപ്പൊ അവർ ഗൾഫ് രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുക, മേക്ക് അമേരിക്ക ഗോ എവേ ഫ്രം യുവർ എമിറേറ്റ്സ്. അവിടെ എല്ലാം അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്, അത് വിട്ടിട്ട് പോകാൻ പറ, അല്ലെങ്കിൽ നമുക്ക് നാശമാണ്, നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചോളാമെന്നാണ് ഇറാൻ പറയുന്നത്. ശക്തമായ വാക്കുകളിലാണ് പറയുന്നത്. ഈ കടന്ന് യുദ്ധം അത്രയും നടത്തി എന്തിനായിരുന്നു? അവിടുത്തെ റിഷീം ചേഞ്ച്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 740 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചാണോ ഇല്ലയോ എന്നുള്ളതല്ല, യുറേനിയം അത് മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ വല്ലതും നടന്നോ? ഇപ്പം ഒടുവിൽ വന്നിരിക്കുന്ന എഗ്രിമെൻ്റ് ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. ഈ യുറേനിയം അതിൻ്റെ അളവ് എത്രയും ആയിക്കോട്ടെ, അത് റഷ്യയിലേക്ക് മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നാണ്. അത് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഖമനയുടെ പേര് മുസ്തഫ ഖമനേയി പറഞ്ഞത്, ഇത് ഞങ്ങളുടെ സുപ്രീം കൗൺസിൽ എന്ന് പറയുന്ന കൗൺസില് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ടാണ് ഉള്ളതാണ്. നിങ്ങൾ പ്രക്ഷോഭമൊന്നും ഉണ്ടാക്കരുത്, നിങ്ങളിത് സ്വീകരിക്കണം ജനങ്ങളോട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങിയെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് ഇതെല്ലാം അംഗീകരിച്ചതാണെന്നും പറഞ്ഞ് ശുഭപ്രതീക്ഷയോടുകൂടി ശുഭപ്രതീക്ഷ മുനമ്പിൽ പോകുന്നത് പോലെ ഖത്തറിലേക്ക്, ദോഹയിലേക്ക്, ഖത്തറിൻ്റെ തലസ്ഥാനം ദോഹ, അവിടേക്ക് പോയ സംഘത്തിന് നേരെയാണ് ഈ പൊയ്വടി വെച്ചത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ടൊരിക്കലും നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ചൈന അതിർത്തിയിൽ വിയറ്റ്നാമിന് നേരെ വെടിവെച്ചു. അതോടുകൂടി യാത്ര റദ്ദാക്കി വാജ്പേയി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്. ചർച്ച ഒരു എഗ്രിമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ പിൻവാങ്ങുകയാണ്. ആ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും യുറേനിയം കൈക്കലാക്കാൻ കഴിഞ്ഞില്ല, ഇറാൻ്റെ എണ്ണ കൈക്കലാക്കാൻ കഴിഞ്ഞില്ല, അവിടുത്തെ ഭരണത്തെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഒരു മുറുമുറുപ്പ് അമേരിക്കയിൽ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിലാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ഒരു പല്ലുവേദനയ്ക്ക് പല്ലുവേദനയ്ക്ക് ആരെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കും, അതും പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രി. പല്ലുവേദനയ്ക്ക് അവിടെ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ? മരുന്നോ ചികിത്സയോ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ തന്നെ ലഭിക്കുന്നതല്ലേ, ഓഫീസിൽ തന്നെ ലഭിക്കുന്നതല്ലേ. ആരും പോയി ചികിത്സ തേടാറില്ല. ആശുപത്രിയിൽ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ പല്ലുവേദനയ്ക്ക്? പല്ലുവേദന എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അസുഖമല്ലല്ലോ, ഒരു ക്രോണിക് ഇൽനെസ്സും ഒന്നും അല്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇറാൻ്റെ ചാരന്മാർ തന്നെ എന്തെങ്കിലും, അദ്ദേഹം ഒരുപാട് പേരെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയെ കൊണ്ട് കൊല്ലിപ്പിച്ച ആ ഇസ്രായേലിനിട്ടൊരു പണി ഇറാൻ കൊടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ പല്ലുവേദന ഒരു വാർത്തയായിട്ടേ വരില്ല. ഇപ്പോൾ ആശുപത്രിയിൽ കിടപ്പിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറുവശത്തു കൂടി ലെബനോന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ഹെസ്ബുള്ളയ്ക്ക് ഇപ്പം തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകമാണ് ഇദ്ദേഹത്തിന് പല്ലുവേദന എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോയി. അവർ വല്ല പണിയും ഒപ്പിച്ചതാണോ എന്ന് അറിയൂടെ. എല്ലാം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്, നിഗൂഢമായ ഒരു ലോകത്തിലാണ്, നമുക്കൊന്നും അറിയുന്നില്ല. ട്രംപ് പറയുന്നതൊന്ന്, ഇറാൻ പറയുന്നത് വേറൊന്നോ തരത്തിലാവുന്നു ഈ എഗ്രിമെൻറ്റിന് തൊട്ടു മുമ്പ്. അതൊരു ശുഭ സൂചനയല്ല
എന്നുള്ളത് തന്നെയാണ്. ഈ ട്രംപ് ഇങ്ങനെ പറയുന്നതുകൊണ്ട് സത്യം എന്താണെന്ന് നമുക്ക് അറിയാനും പറ്റുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ഒരു സത്യാനന്തര കാലത്താണ് ട്രംപ് മൂലം നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു അവസാനമായിട്ട് പറയുമ്പോൾ സെനിലിറ്റിയുടെ പ്രശ്നമാണ്. ട്രംപ് വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്ത്യയുമായിട്ട് സൗഹൃദം, ലോകരാജ്യങ്ങളുമായിട്ടും പിന്നെ ആ സമയത്താണല്ലോ പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടുകയൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് പോയത്. ശക്തമായ അമേരിക്കയായിരുന്നു. ട്രംപ് 2 വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പ്രായം കൂടിയിരിക്കുന്നു, 81 വയസ്സായിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രായം അല്ലേ, ആ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സെനിലിറ്റി ബാധിച്ചിരിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിലും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും ആ സമയത്ത്. അതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും ഇവർ സ്വയം പിന്മാറണം. അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഞങ്ങളിപ്പോൾ എഗ്രിമെൻ്റ് ആകാൻ പോവുകയാണ്, അടുത്ത നിമിഷം പറയുന്നു ഞങ്ങൾ യുദ്ധം എന്ന് പറയുന്നു. ഒരു നിമിഷം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ക്യൂബൻ തീരത്തേക്ക് പോവുകയാണ്, അവിടെ പോയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമെന്ന് പറയും. എങ്ങനെയും ഒന്ന് ഇതിൽ നിന്ന് തലയൂരിയാൽ മതി എന്നുള്ള ചിന്ത ഒരു വശത്ത്, മറുവശത്ത് ഇവിടുത്തെ യുറേനിയം നമുക്ക് കിട്ടണമെന്നുള്ള ചിന്ത. ഇത് തമ്മിലൊരു കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഡിലമ്മയിലാണ്. പണ്ട് ഹാംലെറ്റ് രാജകുമാരൻ, ഡെൻമാർക്കിലെ ഹാംലെറ്റ് രാജകുമാരൻ ഉണ്ടായ തരത്തിലുള്ള ഒരു ഡിലമ്മയാണ്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അതാണ് ഏറ്റവും ജനങ്ങൾ നമ്മുടെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള വലിയൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. സെനിലിറ്റി കാരണം അതിൽ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുതന്നെയായിരുന്നു ഹാംലെറ്റ് രാജകുമാരൻ്റെയും വീക്ക്നെസ്. അതാണ് ആ രാജകുടുംബം മൊത്തത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോയത്. തീരുമാനമെടുക്കാനുള്ള താമസം, പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനുള്ള കഴിവുകൾ, ആ പ്രോക്രാസ്റ്റിനേഷൻ തന്നെയാണ് ട്രംപിനെയും ഭരിക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്.